question number 25 ഒന്ന് വായിച്ചേ. The average weight of a group of students is 40. Find the number of students എന്നിട്ട് find the number of students അല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്ന കൈൻഡ് ഓഫ് ചോദ്യമാണ് അല്ലേ. There will be a question തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. You need to select which statement is sufficient to answer the question. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. So in the question it is saying that the average weight of a group of students is 40. അപ്പോൾ ആവറേജ് വെയിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് 40. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദി സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ് ഓർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവർ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഇസ് സെയിങ് ദാറ്റ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇസ് 400. ടോട്ടൽ വെയിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ വെയിറ്റ് ഇറ്റ് ഇസ് 400. ദെൻ ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഇസ് സെയിങ് ദാറ്റ് അബി ആൻഡ് സുബി ആർ ദി പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ്. They both weigh 60 kilos except both weigh 60 kilos except for those two students. All other students have weight of 35. Okay, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ രണ്ടാൾക്കാരുണ്ട്, ആര്? അബിയും സുബിയും. അബിയും സുബിക്കും കൂടെ 60 കിലോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല ബാക്കിയുള്ള സ്റ്റുഡൻസിന്, അബിയും സുബിയും ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഓരോ കുട്ടിക്ക് എത്ര കിലോ വീതമുണ്ട്? 35 കിലോ വീതമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുക അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രം മതിയോ അതോ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രം മതിയോ അതോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണോ എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്, ആകെ ഒരു ഡേറ്റ എന്ന് പറഞ്ഞത് അവരുടെ ആവറേജ് വെയിറ്റ് ആണ് അല്ലേ. ആവറേജ് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്? 40 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഡേറ്റ ആവറേജ് വെയിറ്റ് എത്രയാണ്? 40. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇസ് 400 അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ശരിക്കും? ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന പോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തൽക്കാലം ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് എന്ന് പറഞ്ഞെടുക്കുക. ശരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ട, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ ഉത്തരം അല്ലേ. അപ്പോൾ ഇവിടെ ആവറേജ് വെയിറ്റ് ഇസ് ഈക്വൽ ടു 40 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇസ് 400. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് ഈ ചോദ്യം, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവരെന്താ പറയുന്നത്? ടോട്ടൽ വെയിറ്റ് അല്ലേ. ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇസ് 400, 400 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി വാല്യൂസ് അല്ലേ. അപ്പോൾ ഇവിടെ ആവറേജ് വെയിറ്റ് ആണ്. അപ്പോൾ സം ഓഫ് ദി വെയിറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ സം ഓഫ് ദി വെയിറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഈ പറയുന്ന പോലെ സം ഓഫ് ദി വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് 400. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അത് എക്സ്. ആവറേജ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 40. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുമ്പോൾ 400/40 എന്ന് വരും അല്ലേ. അപ്പോൾ 10 എന്ന് വരും. ശരിക്കും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട, നമ്മൾ ഇത്രയും മാത്രം അനലൈസ് ചെയ്താൽ മതി. എക്സ് ശരിക്കും ഈ വാല്യൂ നിന്ന് മീൻസ് ഇവിടെ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി വാല്യൂ ഫോർ എക്സ് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നോക്കിക്കേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ബൈ യൂസിങ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, താഴെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ തന്നിട്ടുണ്ട്. ഇനി അതും കൂടെ മാത്രം വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. നോക്കിക്കേ, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറയുന്നത്? അബി ആൻഡ് സുബി ആർ പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ്. ദേ ബോത്ത് വെയ് 60 kilos. അപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറയുന്ന ഡേറ്റാസ് ആണ്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറയുന്ന ഡേറ്റ? സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറയുന്നത് അബി ആൻഡ് സുബി അല്ലേ. അബി എന്ന് പറയുന്ന ആളുമുണ്ട്, സുബി എന്ന് പറയുന്ന ഒരാളുമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി 60 kg വെയിറ്റ് ഉണ്ട് അല്ലേ. 60 കിലോ വെയിറ്റ് ഉണ്ട്. ഈ ഒരു കാര്യം മാത്രമാണോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? അല്ല, ബാക്കിയുള്ള സ്റ്റുഡൻസ് അല്ലേ, റിമൈനിങ് സ്റ്റുഡൻസിന് അവരുടെ വെയിറ്റ് എത്രയുണ്ട്? അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 32 പെർ സ്റ്റുഡൻറ്റ് അല്ലേ. അതായത് ബാക്കി സ്റ്റുഡൻസിന് 32 കിലോ, ഒരു കുട്ടിക്ക് 32 കിലോ എന്നുള്ള രീതിയിൽ ബാക്കി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അബിയും സുബി എന്ന് പറഞ്ഞാൽ 2 പേര് അല്ലേ. പിന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഞാൻ എക്സ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുക. അബിയും സുബി എന്ന് പറയുന്നത് 2 പേര്, ഈ 2 പേർക്കാണ് 60 കിലോ.
ബാക്കിയുള്ള സ്റ്റുഡൻസ് എക്സ് എന്ന് പറഞ്ഞ് ഞാൻ അസ്യൂം ചെയ്യുക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിയുള്ള സ്റ്റുഡൻസ് അസ്യൂം ചെയ്യുക. അപ്പോൾ അതാ നോക്കിക്കേ, ഇവിടെ അബിക്കും സുബിക്കും കൂടെ 60 കിലോ, ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഓരോ സ്റ്റുഡൻസിന് 32 കിലോ വെച്ച്. അങ്ങനെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു 32 ആണ് എന്ത്? ഈ പറയുന്ന പോലെ ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതാ നോക്കിക്കേ, ടോട്ടൽ വെയിറ്റ് എത്രയാണ്? ടോട്ടൽ വെയിറ്റ് എത്രയാണ്? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 60 പ്ലസ് എക്സ് ഇൻറ്റു 32 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ്, ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? അബി സുബി 2 പേര് പ്ലസ് നമ്മൾ എക്സ് ആയിട്ടല്ലേ അസ്യൂം ചെയ്തത് ബാക്കി ആൾക്കാർ. അപ്പോൾ 2 പ്ലസ് എക്സ്. താ നോക്കിക്കേ, ആവറേജ് വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 40. അപ്പോൾ താ നോക്കിക്കേ, നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഇത്രയും കണ്ടന്റ് ഡെഡ്യൂസ് ചെയ്തത് അല്ലേ? ഇത്രയും കണ്ടന്റ് കിട്ടിയ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. ശരിക്കും ഈ ഒരു കണ്ടന്റും ഈ ആവറേജ് വെയിറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന പോലെ എത്ര സ്റ്റുഡൻസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കേ, ടോട്ടൽ സ്റ്റുഡൻസ് എന്താണ്? 2 പ്ലസ് എക്സ്. ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് അല്ലേ? നമ്പർ ഓഫ് വാല്യൂസ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ 40 അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 40 ഈസ് ഈക്വൽ ടു സം ഓഫ് ദി വാല്യൂസ്. എന്ത് വരും? 60 പ്ലസ് എക്സ് അല്ലേ? 60 പ്ലസ് എക്സ് ഇൻറ്റു 32. 60 പ്ലസ് എക്സ് ഇൻറ്റു 32 ദി വോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 2 പ്ലസ് എക്സ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന് ഒരു സർട്ടൺ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന പോലെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്നേ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? നോക്കിക്കേ, നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് നോക്കിക്കേ, ഏത് വരും? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻ്റ്ലി ഇനഫ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻ്റ്ലി ഇനഫ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കിക്കേ. വി ഓൾ നോ ദാറ്റ് what is called factorials. So can you find the number of zeros in the factorial of number 18? അപ്പോൾ ഇവിടെ വേറൊന്നുമല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 18 ഫാക്ടോറിയലിൻ്റെ ആ ഒരു എക്സ്പാൻഷനിൽ എത്ര സീറോസ്, അല്ലെങ്കിൽ 18 ഫാക്ടോറിയലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഫൈൻഡ് ഹൗ മെനി സീറോസ് വിൽ ബി അറ്റ് ദി എൻഡ്, അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എത്രയുണ്ട് എന്നാണ് ഇവരിവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സോ അഗെയിൻ you pause the video and try to solve this question, and later on you can cross check with the explanation whether you got the correct answer or not. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 18 ഫാക്ടോറിയൽ അല്ലേ? 18 ഫാക്ടോറിയൽ. സോ വി ഓൾ നോ വാട്ട് ഈസ് ആക്ച്വലി ദിസ് 18 ഫാക്ടോറിയൽ മീൻസ്. അപ്പോൾ ഈ 18 ഫാക്ടോറിയലിൻ്റെ ഈ പറയുന്ന പോലെ വാല്യൂ മീൻസ് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ എഴുതുമ്പോൾ വി നോ ദാറ്റ് 18 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 18 ഫാക്ടോറിയൽ ഇറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു ഇൻറ്റു 18 അല്ലേ? ഇതിനെയാണ് നമ്മൾ 18 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ വെൻ യു എക്സ്പാൻഡ് ദിസ്, വെൻ യു മൾട്ടിപ്ലൈ ഓൾ ദീസ് വാല്യൂ, യു വിൽ ഗെറ്റ് എ ഹ്യൂജ് നമ്പർ. ആ നമ്പറിൻ്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ട് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ ഓർഡർ ടു ഗെറ്റ് എ സീറോ in a multiplication of numbers, when you multiply a group of numbers or when you multiply more than 3 to 4 numbers, അല്ലെങ്കിൽ പോട്ടെ രണ്ട് നമ്പേഴ്സ് വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ in order to get a zero there should be a 5 and 10 within that number. ഓക്കെ, ഉദാഹരണത്തിന് നോക്കിക്കേ, 15 into 2, 15 into 2. So 15 means what? 5 into 3 into 2. We know that 15 into 2 is 30, right? അപ്പോൾ ഇവിടെ ഒരു സീറോ വരുന്നുണ്ട്. അപ്പോൾ ആ സീറോ എങ്ങനെ വന്നു നോക്കിക്കേ? 15 മീൻസ് വാട്ട്? 5 ഇൻറ്റു 3 ആൻഡ് ഇൻറ്റു 2. സോ ഹിയർ യു ഗോട്ട് 1 പെയർ ഓഫ് 2 and 5, റൈറ്റ്? ഒരു പെയർ ഓഫ് 2ഉം 5ഉം കിട്ടി. വി നോ ദാറ്റ് 2 into 5 is 10, റൈറ്റ്? സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 3 into 5 into 2 എത്രയാണ്? ഇറ്റ് ഇസ് 10. സോ യു ഗോട്ട് 30. സോ ഹൗ മെനി പെയർസ്? അപ്പോൾ നിങ്ങളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ജസ്റ്റ് കൗണ്ട് ഹൗ മെനി pairs of 2s and 5s are there. Okay, 2 and 5 എത്ര പെയർ ഉണ്ട് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന സീറോസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ സിമിലർലി ലെറ്റ് us solve for this 18 ഫാക്ടോറിയൽ. സോ 18 ഫാക്ടോറിയൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ 18 ഫാക്ടോറിയൽ ഞാൻ എല്ലാ വാല്യൂസും ഒന്നും എഴുതുന്നില്ല, 2ഉം 5ഉം വരുന്ന വാല്യൂസ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ആൻഡ് നമുക്കത് മതി, ബിക്കോസ് വി ഓൺലി നീഡ് ടു ഫൈൻഡ് ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ അറ്റ് ദി എൻഡ്. ഓക്കെ, അപ്പോൾ 18 ഫാക്ടോറിയൽ സ്റ്റാർട്ടിങ് വിത്ത് 1 ഇൻറ്റു 2 അല്ലേ? 3ക്കകത്ത് 2 ഇല്ല. അപ്പോൾ ഇൻറ്റു 4 മീൻസ് വാട്ട്? 2 ഇൻറ്റു 2 ഇൻറ്റു 5, തീർച്ചയായിട്ടും 5 വേണം അല്ലേ? ഇനി 6 എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ഇൻറ്റു 3 ആൻഡ് 7നകത്ത് 2 ഇല്ല. ഇനി അടുത്തത് 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2
and next is 9, 9 2 illa. Then 10 it is what? 5 into 2. Then 11 nath there is not 2 or 5. What about 12? 12 nath undu alle 2 into 3 into 2. Then 13 nath 2 illa. What about 14? 7 into 2. What about 15? 15 nath 5 undu. So 5 into 3. 16 nath endana 2 into 2 into 2 into 2. What about 17? 17 nath there is no 2. What about 18? 2 into 9. ഓക്കെ, അപ്പോൾ ശരിക്കും ഞാനിവിടെ ബാക്കി വാല്യൂസ് അവോയ്ഡ് ചെയ്തിട്ട് ഈ 2ഉം 5ഉം വരുന്നത്, അതായത് അത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ 1 തൊട്ട് 18 വരെയുള്ള ഡിജിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2ഉം 5ഉം ഫാക്ടേഴ്സായിട്ട് വരുന്ന നമ്പേഴ്സ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ബിക്കോസ് അവർ ക്വസ്റ്റ്യൻ ഈസ് വാട്ട്, ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ അറ്റ് ദി എൻഡ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതി. ഇനി മൈ നെക്സ്റ്റ് എയിം ഇസ് ടു കൗണ്ട് ഹൗ മെനി പെയർസ് ഓഫ് 2s and 5s. നോക്കിക്കേ, എനിക്കിതേ ഇവിടെ ഒരു പെയർ ഓഫ് 2ഉം 5ഉം കിട്ടി. ഓക്കെ, ആൻഡ് ഹിയർ ഐ ഗോട്ട് എ പെയർ ഓഫ് 2 and 5. ദെൻ ഹിയർ ഐ ഗോട്ട് എ പെയർ ഓഫ് 2 and 5. പെയർ 2 and 5s ഒന്നുമില്ല. അപ്പോൾ 3 പെയർ ഓഫ് 2 and 5 കിട്ടി. അതായത് ഈ പറയുന്ന പോലെ 18 ഫാക്ടോറിയൽ എഴുതുമ്പോൾ എന്താണ് 1 into 2 into 3 into 4 into എക്സെട്ര into 17 into 18. ഈ വാല്യൂ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എൻഡിൽ എത്ര സീറോ ഉണ്ടാവും? എൻഡിൽ 3 സീറോസ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വാല്യൂസ് നിങ്ങൾ എഴുതുക. സോ ഹൗ മെനി സീറോസ് വിൽ ബി ദെയർ അറ്റ് ദി എൻഡ്? ഹൗ മെനി സീറോസ് വിൽ ബി ദി പ്രോഡക്റ്റ് വാല്യൂ കണ്ടെയ്ൻ? 3 zeros. അപ്പോൾ നമ്മുടെ ആൻസർ 3 ആണ്.